ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പം വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ മാത്രമല്ല, കുറച്ച് കുക്കിങ്ങിൻ്റെ വിശേഷങ്ങളും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. കുക്കിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് വിശേഷവും അതുപോലെ തന്നെ കുറച്ച് ലഞ്ചിൻ്റെ കുക്കിംഗ് വിശേഷവും ഒക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് വീക്കെൻഡ് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയും വീക്കെൻഡ് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡ് എന്ന് പറയുമ്പോൾ എന്നും ഒരു സ്പെഷ്യലാണ്. കാര്യം എന്താ വെച്ചാൽ ഫ്രൈഡേ ആണെങ്കിലും സാറ്റർഡേ ആണെങ്കിലും സൺഡേ ഒക്കെ ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു നേരം പുറത്തുനിന്ന് കഴിക്കലും ഒരു എന്താ പറയുക, നമ്മുടെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയും നമ്മുടെ ഡെയിലി റുട്ടീനും ഒക്കെ ഒരു മൊത്തത്തിൽ ചേഞ്ചാണ് വീക്കെൻഡ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ വീക്കെൻഡ് എന്ന് പറയുന്നത് ഒരു രസമുള്ള കാര്യമാണ്. പിന്നെ വീക്ക് ഡേയ്സ് എന്ന് പറയുമ്പോഴത്തേനും ബാക്ക് ടു നോർമൽ, നമ്മൾ നോർമൽ റുട്ടീനിലേക്ക് വരികയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം നമ്മൾ കിച്ചണിൽ തന്നെ നമ്മൾ കുക്കിങ്ങും ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ദിവസങ്ങളാണ് വീക്ക് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു വീക്ക് ഡേ വിശേഷമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കിച്ചണിൽ കയറി. ഇന്ന് ഓഫീസുള്ള ദിവസമാണ്, സ്കൂളുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ചിട്ട് തന്നെ നമ്മുടെ മോർണിംഗ് പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ വെജിറ്റബിൾ കുറുമയും അതുപോലെ തന്നെ അപ്പവുമാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ദിവസമായി വെജിറ്റബിൾ കുറുമയും കൂട്ടി അപ്പം കഴിച്ചിട്ട്. അപ്പോൾ ഇന്നൊരാഗ്രഹം അങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ കഴിക്കണമെന്ന്. അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുന്നേ തലേ ദിവസം തന്നെ കുറച്ച് ഗ്രീൻ പീസ് സോക്ക് ചെയ്യാനായിട്ട് ഇട്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസും അതുപോലെ തന്നെ ക്യാരറ്റും പൊട്ടറ്റോയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ നമ്മളിതാ വെജിറ്റബിൾസൊക്കെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഞാൻ കുക്ക് ചെയ്യുന്നു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് കിച്ചൺ വിശേഷം, കുറച്ച് കുക്കിംഗ് വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൊച്ചുള്ളിയും വറ്റൽമുളകും എല്ലാം ചേർത്ത് നന്നായിട്ട് താളിക്കുകയാണ്. താളിക്കുമ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇരട്ടിയാവുമല്ലോ. അങ്ങനെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന വെജീസ് അപ്പം ഞാൻ പൊടികളായിട്ട് ചേർത്തായിരുന്നു. ഞാൻ പൊടികളായിട്ട് കുറച്ച് ഈ കറിക്ക് ഞാൻ പൊടികളായിട്ട് കുറച്ച് പെരുംജീരകപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും പൊടികളാണ് ഞാൻ ഈ കറിക്ക് ചേർക്കുന്നത്. പിന്നെ നല്ല പച്ച തേങ്ങ, കുറച്ച് കൂടുതൽ പച്ച തേങ്ങ അരച്ച് ചേർക്കുന്നുമുണ്ട്. ആ പച്ചത്തേങ്ങ ചേർക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും അങ്ങനെ ഒക്കെ ചേർത്ത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമയാണ്. ഹെൽത്തി എന്ന് പറയാൻ കാരണം ക്യാരറ്റും അതുപോലെ തന്നെ ഗ്രീൻ പീസൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഏതൊരു മീലിൻ്റെ കൂടെയും നമ്മൾ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ട് കഴിക്കും. നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. അപ്പം പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേനും കടലായി വർഗ്ഗങ്ങൾ അതുപോലെ തന്നെ മുട്ട, ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരുപാട് നല്ലതാണ്. അപ്പം നമ്മളിന്ന് അപ്പമാണ് കഴിക്കുന്നത്. അപ്പോൾ അപ്പം എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് അതാണല്ലോ സംഭവം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കൂടുതൽ ഗ്രീൻ പീസൊക്കെ കഴിക്കുമ്പോഴത്തേനും പ്രോട്ടീനുമായി. അപ്പോൾ പ്രോട്ടീൻ പ്ലസ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് നമുക്ക് പോകുമല്ലോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചായ എന്ന് പറയുമ്പോഴത്തേനും ഏലക്കയൊക്കെയിട്ട് ഒരു മീഡിയം മധുരത്തിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീയും. ഇക്കാക്ക് കടുപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കടുപ്പം വേണമെന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ടീ തന്നെയാണ് നമ്മൾ രാവിലെ റെഡിയാക്കുന്നത്. പിന്നെ അപ്പത്തിൻ്റെ മാവ്. അപ്പോൾ അപ്പത്തിൻ്റെ മാവിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സോഡാപ്പൊടി, ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ അപ്പം കാസ്ട്രോളിലൊന്നും ചുടുന്നില്ല. ഇപ്പോഴത്തെ സ്കീമെന്ന് പറയുന്നത് ചുടുന്നതിനനുസരിച്ച് പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. അപ്പം നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു 2 അപ്പം 3 അപ്പം 2 അപ്പമൊക്കെ ആയിരിക്കും, 2 അപ്പം അല്ലെങ്കിൽ 3 അപ്പമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ട അപ്പങ്ങൾ നമ്മൾ അതാത് പ്ലേറ്റിലേക്ക് ചുട്ടെടുത്തതിന് ശേഷം കറി ഒഴിച്ച് കഴിക്കുകയാണ്. അല്ലാതെ കാസ്ട്രോളിൽ നമുക്ക് ഒരുപാട് അളവ് വേണ്ടാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള, അപ്പോൾ ഇക്കാടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 2 അപ്പവും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കുറുകിയ
എന്താണ് വെജിറ്റബിൾ കുറുമ, ഗ്രീൻ ബീൻസ് ഒക്കെ ഇട്ടപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമയുടെ ടേസ്റ്റ് ഒന്ന് ഇരട്ടിച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ, നല്ല പച്ച തേങ്ങ കുറച്ച് കൂടുതൽ എന്താണ് നല്ല പേസ്റ്റായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു ടേസ്റ്റ്. പിന്നെ നമ്മൾ ആ കണ്ടല്ലോ വെളിച്ചെണ്ണയ്ക്കകത്ത് താളിച്ചതിൻ്റെ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊച്ചുള്ളിയും എല്ലാം ഒക്കെ ഇട്ട് താളിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് നാൾ കൂടിയിട്ടാണ് ഈ ഒരു കോംബോ കഴിക്കുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ, നല്ല സ്റ്റാൻഡേർഡായിട്ട് റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജിറ്റബിൾ കുറുമ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു കപ്പ് ചൂട് ചായയും. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ചായ ഒരു സിപ്പ് എടുക്കുകയാണ്. പിന്നെ 2 അപ്പവും കറി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തെടുത്ത് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. കാരണം ക്യാരറ്റൊക്കെ ഞാൻ കുറച്ച് എന്താണ് മുഴുപ്പ് സൈസിനാണ് കട്ട് ചെയ്തിട്ടത്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഗ്രീൻ പീസ് എന്ന് പറയുമ്പോൾ ഒരു 4-5 വിസിൽ വേവുണ്ടാവില്ല. അപ്പോൾ ക്യാരറ്റ് കുറച്ച് തീരെ പൊടിയായിട്ട് അരിഞ്ഞിടുവാണെങ്കിൽ ക്യാരറ്റ് അങ്ങ് വെന്ത് അലിഞ്ഞ് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബീൻസിൻ്റെ ഒപ്പം തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് കുറച്ച് മുഴുപ്പിനാണ് ഞാൻ ക്യാരറ്റും പൊട്ടറ്റോയും കൂടി അരിഞ്ഞിട്ടത്. അപ്പോൾ എൻ്റെ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു മാംഗോ കട്ട് ചെയ്തു. അപ്പോൾ ഈ മാംഗോ എന്ന് പറയുന്നത് കളർ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ഓവർ സ്വീറ്റായിട്ടുള്ള ഒരു മാംഗോ ഒന്നും അല്ല. ആവശ്യത്തിന് മധുരവും ആവശ്യത്തിന് പുളിയുള്ള ഒരു മാംഗോ. അപ്പോൾ ഓവർ മധുരമുള്ള മാംഗോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിപ്പോൾ തൽക്കാലം തീർന്നു. ഓക്കെ, അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷനൊക്കെ കഴിഞ്ഞു, ഫ്രൂട്ട്സ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു കൊച്ച് ലഞ്ച് കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കിച്ചണിൽ കയറിയതാണ്. വലിയ കാര്യമായിട്ടുള്ള ലഞ്ച്, വലിയ സ്പെഷ്യലായിട്ടുള്ള ലഞ്ചൊന്നും അല്ല. കുറച്ച് ഡേയ്സ് എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ കാണുന്നവർക്കറിയാം, കുറച്ച് ഡേയ്സായി ഞാൻ ചോറ് കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ചോറ് കഴിക്കാൻ തോന്നി. അപ്പം നാട്ടിൽ നിന്ന് അമ്മച്ചി കൊടുത്തു വിട്ട ചക്കക്കുരു വറ്റിച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സവോളയും കറിവേപ്പിലയും നമ്മുടെ പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് ഒരു ബൗള് ചക്കക്കുരു ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ടങ്ങ് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് കറികളൊന്നുമില്ല കേട്ടോ, വിഭവസമൃദ്ധമായിട്ടുള്ള കറികളൊന്നുമില്ല. എന്നാൽ എനിക്ക് കഴിക്കാൻ തോന്നിയ 2-3 കൂട്ടം കറികൾ മിക്ക ലഞ്ചിനില്ല. എനിക്കും പിള്ളേർക്കും മക്കൾക്കും ഉള്ള കറിയാണ്. സാറ ഈ ചക്കക്കുരുവും കാര്യങ്ങളൊന്നും കൂട്ടത്തില്ല. അപ്പോൾ സാറയ്ക്ക് വേണ്ടിയിട്ട് ഇനി വേറെ എന്തെങ്കിലും കറി വെക്കണം. അപ്പോൾ അതെന്താണെന്നുള്ളത് പിന്നെ ഞാൻ ഷെയർ ചെയ്യാം. എനിക്കെന്താണേലും ഈ ചക്കക്കുരുവും കൂട്ടി ചോറ് കഴിക്കാനായിട്ട് ഒരാഗ്രഹം തോന്നിയത് കൊണ്ട് ഇക്കയുടെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് ഇവിടെ എത്തി. അപ്പോൾ അമ്മച്ചി കുറച്ച് ചക്കക്കുരുവും കൂടെ കൊടുത്ത് വിട്ടതാണ്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് കൂടുതൽ നേരം ചക്കക്കുരു കിടക്കട്ടെ. ചക്കക്കുരു മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ട് വറ്റിച്ചാണ് തന്നു വിട്ടത്. എങ്കിൽ പോലും ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. കാര്യം വെച്ചാൽ കുറച്ചും കൂടെ ഒരു എരിവും ടേസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണല്ലോ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഏകദേശം മൂത്ത് മുരിഞ്ഞ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ കഴിഞ്ഞ ദിവസം ചക്ക അപ്പം, ഇടനേല അപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ചക്ക വിഭവങ്ങളാണ് ഈ പ്രാവശ്യം നാട്ടിൽ, ചക്കയുടെയൊക്കെ ഒരു ടൈം ആയതുകൊണ്ട് ചക്ക വിഭവങ്ങളാണ് അമ്മച്ചി കുറച്ച് കൊടുത്തു വിട്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് വെയിറ്റ് കൊടുത്തു വിടാനും പറ്റില്ല. കാരണം നമ്മൾ വേറൊരാളുടെ കയ്യിൽ കൊടുത്തു വിടുമ്പോഴത്തേനും നമുക്ക് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് ആഗ്രഹമുള്ള എല്ലാ ഐറ്റംസുമായിട്ട് വരാം എന്നാണ് വിചാരിക്കുന്നത്. ചക്കക്കുരുവൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഒരു വലിയൊരു സവോളയാണ് ഞാൻ ചേർത്തത്. കാരണം എനിക്ക് ഈ കൊച്ചുള്ളി വളരെ കുറച്ചിടുന്നതിനേക്കാളും എനിക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ സവോള ഇട്ടിട്ട് അത് മൊരിഞ്ഞിട്ട് ചക്കക്കുരുവിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചക്കക്കുരു റെഡിയാക്കി വെച്ചു. ഇപ്പോൾ സാറാക്കി മക്കൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കുന്ന കുറച്ച് ചീര തോരനാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചീര ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകും. അപ്പോൾ ചോറുണ്ണാത്തത് കൊണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ചോറെടുക്കാത്തത് കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ തന്നെയായിരുന്നു കഴിക്കുന്നത്. മക്കൾക്ക് കഞ്ഞിയായിട്ടൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചീരയുടെ കാര്യത്തിലൊരു തീരുമാനം ഇന്നും കൂടി ആക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ചീര എടുത്ത് വേസ്റ്റ് കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചീര ആദ്യം കടുകൊക്കെ പൊട്ടിച്ച് താളിച്ച് വെക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പിടി പച്ച തേങ്ങയും കൂടെ ചേർക്കുകയാണ്. ഒതുക്കിയൊന്നും വെക്കുന്നില്ല. ഒതുക്കി വെക്കുന്നത് വേറൊരു ടേസ്റ്റാണ്. ഡയറക്റ്റ് പച്ച തേങ്ങ ഇട്ടിട്ട്
ഉപ്പും അതുപോലെ തന്നെ സവോളയും പച്ചമുളകും ഒക്കെ കീറിയിട്ട് വെക്കുന്ന വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ചിൻ്റെ കുക്കിംഗ് വിശേഷങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചക്കക്കുരു പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചീര ഇതാ തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മടി കാരണം ഇപ്പം വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ മാത്രമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ചെയ്യണം, ലഞ്ച് വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അത് സെപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഈ കുക്കിങ്ങും എൻ്റെ ലഞ്ച് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളൊക്കെ ഞാൻ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ ഇൻക്ലൂഡ് ചെയ്ത് വിടുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു മെഴുക്ക് പുരട്ടി, മെഴുക്ക് പുരട്ടിയും ആയിട്ടുണ്ട്, ഒരു തോരനും ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഫ്രൈ ചെയ്യണം. അപ്പോൾ ഫ്രൈക്ക് വേണ്ടി ഞാനിന്ന് എടുക്കുന്നത് കുഞ്ഞൻ മത്തിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ കുഞ്ഞൻ മത്തി കുറച്ച് കൂടുതലായിട്ട് ഈയിടെയായിട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോൺസ്. അപ്പം നമുക്കിപ്പം ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഈ കുഞ്ഞൻ മത്തി ഭയങ്കര ഇഷ്ടമാണ്. വളരെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല നാടൻ കുഞ്ഞൻ മത്തി ഇപ്പോൾ കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മത്തി, ഉള്ളിൽ മീൻമുട്ടയൊക്കെ ആയിട്ട്, അതായത് നമ്മുടെ പനിഞ്ഞിലൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ്. അപ്പോൾ പനിഞ്ഞിലൊക്കെ ഉള്ളൊരു സമയമാകുമ്പോഴത്തേനും നമ്മുടെ കുഞ്ഞൻ മത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ കുറച്ച് കൂടുതൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് കുറച്ച് കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചു. കുറച്ച് സ്പൈസി ആയിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ലഞ്ചിൻ്റെ സ്പെഷ്യലെന്ന് പറയുന്ന കുഞ്ഞൻ മത്തിയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ മീനുകളോടാണ് കൂടുതൽ താല്പര്യം. ചെറുതെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോൺസ്, അതുപോലെ തന്നെ കുഞ്ഞൻ മത്തി, നെത്തലി, വലിയ വലിയ മീനുകളോട് വലിയ താല്പര്യമില്ല. ഓരോ സമയത്തും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടൈം ഇപ്പോൾ ഇഷ്ടം എന്ന് പറയുന്നത്, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നെത്തലിയും മത്തിയും പ്രോൺസും ഒക്കെയാണ്. അതുകൊണ്ടാണ് വേറെ വെറൈറ്റി ഫിഷസ് ഒന്നും ഞാൻ അധികം എൻ്റെ ഡയറ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തതും ഷെയർ ചെയ്യാത്തതും. അപ്പോൾ അതാ നമ്മുടെ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കുഞ്ഞൻ മത്തി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത്. പപ്പടമോ മുട്ടയോ പിക്കിളോ ചമ്മന്തിപ്പൊടിയോ ഒന്നും വേണ്ട. നല്ല ചൂടോട് കൂടിയിട്ട് ഈ 3 കറികൾ തന്നെ നല്ല ചൂട് ചോറിന് ധാരാളമാണ്. അപ്പോൾ ഇതാ കുറച്ച് കൂടുതൽ പെപ്പർ പൗഡറും കുറച്ച് കൂടുതൽ മുളക് പൊടിയൊക്കെ ഇട്ടത് കൊണ്ട് നമ്മുടെ മത്തി നല്ല സ്പൈസിയാണ് കേട്ടോ. അപ്പം നമുക്ക് വേറെ എക്സ്ട്രാ കറികളൊന്നും വേണ്ട. നല്ല എരിവോട് കൂടിയിട്ട് നല്ല ചൂട് കുഞ്ഞൻ മത്തിയും കൂട്ടി നല്ല ചൂട് ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതാ ഇന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു വീക്ക് ഡേ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അതുകൊണ്ട് തന്നെ കുക്കിങ്ങോടുകൂടി കുക്കിങ് തന്നെയാണ്. പിന്നെ കൂടുതൽ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേസ് കഴിഞ്ഞിട്ടുള്ള വീക്ക് ഡേയ്സ് ഉണ്ടല്ലോ, ആ വീക്ക് ഡേയ്സിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കഴിഞ്ഞിട്ട് നമ്മൾ പുതിയതായിട്ടെല്ലാം കുക്ക് ചെയ്യുന്ന സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലൊക്കെ കുക്കിംഗ് കുറച്ച് കൂടുതലാണ്. പിന്നെ ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ ആ ഒരു തിങ്കൾ ചൊവ്വ കുക്ക് ചെയ്ത ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ നേരം പിന്നെയും പുറത്തുനിന്നാണ്. അങ്ങനെ പിന്നെ എനിക്ക് കഴിക്കാനുള്ള ലഞ്ച് നമ്മുടെ ലഞ്ചും കാര്യങ്ങളും എല്ലാം സെറ്റായി. അപ്പോൾ ഞാൻ കുറച്ച് ചൂട് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചീരത്തോരൻ, പിന്നെ ചക്കക്കുരു പൊരിച്ചത്, പിന്നെ കുഞ്ഞൻ മത്തി പൊരിച്ചത്, പിന്നെ നമ്മുടെ സവോളയും വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയും ഉപ്പും കുറച്ച് പുളിയും കൂടി ഞെരടിയിട്ടുള്ള ഒരു ചട്നി. പിന്നെ കുറച്ച് പച്ചമാങ്ങ ഒരു 2-3 ദിവസം മുന്നേ കുറച്ച് ഉപ്പും വിനേഗറും വെച്ചിട്ട് കുറച്ച് പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് ഒരു ബോട്ടിലിൽ കുറച്ച് 2-3 പച്ചമാങ്ങ ഇട്ടിരുന്നു, ഉപ്പിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ടേസ്റ്റി, വളരെ സിമ്പിളായിട്ടുള്ള കേരള സ്റ്റൈൽ ടേസ്റ്റി ഉച്ച ഊണ്. ലഞ്ചെന്ന് പറയുന്നത് ഇക്ക ഉണ്ണാനില്ല. അപ്പോൾ ഇക്ക വീക്ക് ഡേയ്സിൽ ലഞ്ചിനൊന്നും കാണാറില്ല. അപ്പം വീക്കെൻഡ്സിൽ, അതായത് സാറ്റർഡേയ്സിലോ സൺഡേയ്സിലോ ഒക്കെയാണ് എപ്പോഴെങ്കിലുമൊക്കെ ലഞ്ച് കഴിക്കാനായിട്ട് വീട്ടിൽ കാണാറ്. അല്ലെങ്കിൽ ബാക്കി ദിവസങ്ങളിലൊക്കെ ഓഫീസ് പരമായിട്ട് പുറത്തുനിന്നാണ് ലഞ്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ സാറയ്ക്ക് ഇഷ്ടമുള്ളത് ശരിക്കും പറഞ്ഞാൽ ചീര തോരൻ മാത്രമേ ഉള്ളൂ. സാറായിക്ക് ബാക്കി ആ മാങ്ങ ഉപ്പിലിട്ടതോ ആ ഒരു സവോള അരിഞ്ഞതോ ചക്കക്കുരുവോ മത്തി പൊരിച്ചതോ ഒന്നും വലിയ താല്പര്യമില്ല. അപ്പം എൻ്റെ ഫേവറേറ്റ് കറികളൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എല്ലാം കൂടെ എടുത്ത് ചേർത്ത് കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുക്കിംഗ് പരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ലഞ്ച് കുക്കിങ്ങും ലഞ്ച് കഴിക്കലും കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക്
ഈവനിങ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഡിന്നർ വിശേഷം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണല്ലോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ലഞ്ചൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇത് അമ്മച്ചി കൊടുത്തു വിട്ട നമ്മുടെ ഇടനേലയപ്പം, നമ്മുടെ ചക്കയപ്പം കുറച്ചും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ആവി കയറ്റി അപ്പോൾ സ്റ്റീം ചെയ്തു. നമുക്ക് ആവി കയറ്റുമ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആവും. നല്ല തേങ്ങയും അരിപ്പൊടിയും ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ഇടനേലയപ്പം. അതിനുശേഷം വൈകുന്നേരം വന്നപ്പോഴത്തേനും ഒരു ബർഗർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബർഗർ അത് കഴിച്ചു. ഇത് ഞാൻ എൻ്റെ ബർഗർ എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് മറ്റേ ആ ഒരു ലെറ്റൂസോ ഒരുപാട് വെജിറ്റബിൾസോ ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. ചിക്കൻ പാറ്റിയും അതുപോലെ തന്നെ ചീസും ഒക്കെ ചേർത്തിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ബർഗർ. അപ്പോൾ വൈകുന്നേരം ഒരു സന്ധ്യയോട് കൂടിയിട്ട് ഒരു ബർഗർ കഴിച്ചു. അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ കഴിക്കലും കുടിക്കലും ഒക്കെ ആയതുകൊണ്ട് തന്നെ രാത്രി ലൈറ്റായിട്ട് ഒരു ചെറിയ പുട്ടും ഒരു പകുതി പഴവുമാണ് രാത്രി കഴിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീക്ക് ഡേ, എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ടേസ്റ്റി ഡിഷസ്, എൻ്റെ ടേസ്റ്റി ഹോംലി മീൽസ്, എൻ്റെ കുക്കിംഗ് വിശേഷങ്ങൾ, എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.